മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാൽ. മലപ്പുറം ജില്ലയ്ക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. സ്വർണ്ണക്കടത്തിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും നാടാണെന്ന് പറഞ്ഞ് ഈ ജില്ലയെ അധിക്ഷേപിച്ചു. ഈ ചതിപ്രയോഗം മലപ്പുറത്തുകാർക്ക് മറക്കാനാകില്ലെന്നും ചതിയെന്ന വാക്ക് ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ. നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂവെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വെറുക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ്. ചതിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇവിടെ സംസാരിച്ചത്. ചതിയെന്ന പ്രയോഗം ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും യോഗ്യനായ ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മാസങ്ങൾക്ക് മുമ്പാണ് ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ 150 കിലോ സ്വർണവും 123 കോടി രൂപയും മലപ്പുറത്ത് നിന്ന് മാത്രമായി പിടിച്ചെടുത്തെന്ന്. ആ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാനാണെന്ന് കൂടി പറഞ്ഞു. മലപ്പുറം ജില്ലയെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തി ഈ ജില്ലയ്ക്കെതിരെ ചതിപ്രയോഗം നടത്തി ഇവിടെ വന്ന് ചതിയെക്കുറിച്ച് പറയുന്നു. ഏത് ഏജൻസികളോട് ചോദിച്ചാലും അറിയാൻ കഴിയും. എല്ലാ ജില്ലകളിലും കള്ളപ്പണവും സ്വർണവും പിടിക്കാറുണ്ട്. എന്നാൽ ആ ജില്ലകളെക്കുറിച്ച് മുഖ്യമന്ത്രി മിണ്ടിയില്ല. മലപ്പുറം ജില്ലയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ ചതിപ്രയോഗം കേരളം മറക്കാൻ പാടില്ല. അഭിമുഖത്തിൽ പാണക്കാട് തങ്ങളെയും മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല. രാഷ്ട്രീയ പ്രതിനിധികളായി മാത്രമാണോ പാണക്കാട് കുടുംബത്തെ കേരളം കാണുന്നത്? മതവൈരം കത്തിക്കയറുമ്പോൾ സമാധാന ദൂതുമായി എത്തുന്നവരാണ് പാണക്കാട് കുടുംബം. പാണക്കാട് തങ്ങൾ തീവ്രവാദ പ്രസ്ഥാനത്തിന് അനുകൂല നിലപാടെടുക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കെ.സി. വേണുഗോപാൽ പറഞ്ഞു. രണ്ടാമത്തെ ചതിപ്രയോഗത്തെപ്പറ്റി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന തൃശ്ശൂരിലെ LDF സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂർ പൂരം കലക്കി കൊടുത്തിട്ട് അതിലൂടെ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സ്വന്തം ആളെ ചതിച്ചു. ചതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞാൽ പാർട്ടി സഖാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ചതിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാകും. 9 വർഷത്തെ പിണറായി സർക്കാരിനെതിരെ കാഹളം മുഴക്കുന്നതാകും ഈ ഉപതെരഞ്ഞെടുപ്പ്. ആശാവർക്കർമാരെ ആക്ഷേപിച്ച് സംസാരിച്ചയാളാണ് മുഖ്യമന്ത്രി. മലപ്പുറത്ത് വന്നപ്പോൾ ദേശീയപാത തകർന്ന സ്ഥലം പോലും മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല. ദേശീയപാത തൻ്റെ മാത്രം അക്കൗണ്ടിലാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തകർച്ച ആരുടെ അക്കൗണ്ടിൽ ചേർക്കുമെന്നും കെ.സി. വേണുഗോപാൽ ചോദിച്ചു.